ഇതാണ് നമ്മൾ വയനാട്ടിൽ ഈ കാടിനുള്ളിലെടുത്ത അടിപൊളി ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. ഫാമിലി ആയിട്ട് കാടിനുള്ളിൽ ഒരു ദിവസം താമസിക്കണം എന്നുള്ളതിന്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇതാ ഭാര്യയും കുട്ടീനൊക്കെ കൂട്ടിയാട്ടാ ഞാൻ ഈ ഒരു ട്രിപ്പ് പോണത്. ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ചെയ്താണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തണത്. റിസോർട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇത് കൊടും കാടിനുള്ളിലാണ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്താ ഒരു ഭംഗി! റിസോർട്ടിന്റെ അടിപൊളി പ്രോപ്പർട്ടിയാണിത്. ഞങ്ങൾ സ്റ്റേ ചെയ്യാനെടുത്ത റൂമാണ്. ഏറ്റവും അടിപൊളി റൂമാണ് ഇവിടുത്തെ. കാട്ടരുവിയാണ് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് വ്യൂ കിട്ടുന്നത്. വയനാട്ടിലെ കാടും കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങും കാട്ടരുവിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളി ഒരു സ്പോട്ടാണിത്. അത്രയായി കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു വൈബാണ്. അതുപോലെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ ഇവിടെ ഇരുന്ന സമയം പോണ തന്നെ അറിയില്ല. അപ്പോൾ വയനാട്ടിൽ ഒരു ദിവസം രാത്രി തീർച്ചയായും ആസ്വദിക്കേണ്ട ഒരു ഫോറസ്റ്റ് റിസോർട്ടാണിത്. വയനാട്ടിലൊരു കാട്ടിനുള്ളിലേക്കാണ് കേട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. ആന ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ആനശല്യവും കടുവശല്യവും ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ബൈക്ക് നമുക്ക് കുറച്ചേ മുമ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ ജീപ്പിലായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് കയറി പോണത്. വണ്ടി മുട്ടുമെന്നറിയില്ല. ജസ്റ്റ് ചെറിയൊരു റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാനുള്ള ഒരു വഴിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ബൈക്ക് ഇതേപോലെ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കാട്ടിനുള്ളിലുള്ള റിസോർട്ടിലേക്കാണ് പോണത്. ഇവർ നമ്മുടെ കൂട്ടത്തിൽ വന്നവരട്ടല്ലേ. ഇവർ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടീമുകളാണ്. ഇവരെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഇവർ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് വന്നത്. വയനാട്ടിൽ വന്ന് നല്ലൊരു ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് കാടിനുള്ളിൽ അടിപൊളി ഒരു റിസോർട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ റൂട്ടാട്ടാ. ഈ ഒരു റൂട്ട് തന്നെ അത്ര മനോഹരമായൊരു റൂട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ വണ്ടി വെച്ച് ജീപ്പിൽ കയറി. നമുക്ക് ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. കാരണം അമ്മാതിരി കുഴിയാണ്. ഇതൊന്നും അല്ല കുഴി. കുറേ സ്ഥലത്തുനിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ജീപ്പിൽ കുലുങ്ങി നമ്മൾ ഇങ്ങനെ പോകാൻ അടിപൊളി ഒരു രസമാട്ടോ. ശരിക്കും ഒരു ഫോറസ്റ്റ് ഓഫ് റോഡൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം വയനാട്ടിൽ വന്നൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ ചെയ്യേണ്ട എമൗണ്ട് പറയണ്ടല്ല. വെറുതെ ഒരു മണിക്കൂറിന് ഒരു ജീപ്പ് സഫാരി പോണതിന് തന്നെ നമ്മൾ നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ. കറക്റ്റ് ഒരു ഫോറസ്റ്റിന്റെ ആംബിയൻസും കിട്ടും, നല്ലൊരു ജീപ്പ് ഓഫ് റോഡിങ്ങും ചെയ്യാം, പിന്നെ നല്ലൊരു സ്റ്റേ, വലിയ അലച്ചിലുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളി ഒരു സ്പോട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട. അടിപൊളി വൈബാണ്. കാടിനകത്താണ്. ഇതേ നമ്മൾ പോണ വഴികൾ നിങ്ങൾ കണ്ടില്ലേ. ഫുള്ള് ശാന്തമായൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളിതേ വന്നിറങ്ങിയേക്കണത്. നമ്മുടെ ജീപ്പിന്റെ കോലം കണ്ടില്ലേ, ഫുള്ള് ചെളിയാ. ബൈക്കായിട്ട് ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് വേണമെങ്കിൽ വരാം. ഞാൻ വൈഫും കുട്ടികളും കൊണ്ട് വണ്ടി പാർക്കിങ്ങിൽ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ വയനാട്ടിൽ ഈ കാടിനുള്ളിലെടുത്ത അടിപൊളി ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. ബാക്കി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ടെന്റ് ഉണ്ട്, അങ്ങനെ പല 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 സ്റ്റേ ഉണ്ട്. അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിന്റെ അകത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഫോട്ടോസിലും റീൽസിലും മാത്രം കണ്ട ഒരു റിസോർട്ടാണ്. അടിപൊളിയായിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ടെന്റ് വന്നത് ഇതാണ്. ടെന്റിന്റെ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഡെക്കാത്തലോന്റെ ടെന്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടെന്റ് ആട്ടാ. പിന്നെ തണുപ്പും മഴയൊന്നും അങ്ങനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യൂല. ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെന്റ് സ്റ്റേ ഒക്കെ താല്പര്യമുള്ളവർക്ക് അടിപൊളി ഒരു വൈബാണ് ഇവിടെ. കറക്റ്റ് മാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പില്ലോ ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗും ബെഡ്ഷീറ്റൊക്കെ വേണേൽ അവർ നമുക്ക് തരും. അപ്പോൾ ടെന്റ് താല്പര്യമുള്ളവർക്ക് റേറ്റ് ഞാനിതിൽ പറയാനില്ല, കാരണം ഓരോ സീസൺ അനുസരിച്ചും റേറ്റ് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സീസണാണ് നിങ്ങൾ വന്നതെന്നനുസരിച്ച് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. ടെന്റ് സ്റ്റേ വന്നത് ഇതാണ്. അടിപൊളി ഒരു വൈബാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി വൈബാണ്. രാത്രിയാണ് 2 ലൈറ്റും കാര്യങ്ങളും, ടെന്റിന്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് തകർക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വയനാട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അടിപൊളി സ്പോട്ടാണ്. പല പല ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് സമയം പോണ അറിയില്ല. ശരിക്കും ഒരു 2-3 ദിവസത്തിനൊക്കെ ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി വന്ന് നിൽക്കാനുള്ള ഒരു മുതലുണ്ട് ഇവിടെ. കാരണം അത്രയും വൈബാണ്. നിങ്ങൾ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഫോറസ്റ്റിന്റെ നടുക്ക് ടെന്റും കാര്യങ്ങളും, ഹട്ടും, അങ്ങനെ പലവിധ സെറ്റപ്പുകളൊക്കെ ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഈ ഒരു വൈബാണ്. ശരിക്കും നമുക്ക് കണ്ണിന് കുളിർമ തന്നെ ഒരു അടിപൊളി കാഴ്ചകളാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. തീർച്ചയായും നിങ്ങൾ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ വരാൻ പോണ സീസണിലേക്കൊക്കെ ഒരുപാട് പേര് വയനാട്ടിലേക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഇത് ചെറിയൊരു ബഡ്ജറ്റിലുള്ളൊരു റിസോർട്ട് കൂടിയാണ്. വലിയൊരു ബഡ്ജറ്റ് അല്ല, ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ടെന്റും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. ശരിക്കും ടെന്റ് സ്റ്റേ ഒക്കെ എല്ലാവർക്കും ചെയ്യണമെന്ന് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അത്രയും സേഫാണ്. വയനാട് കാടിൻ്റെ ഉള്ളിൽ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടിപൊളി പ്രോപ്പർട്ടിയാണ്. കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ടെന്റൊക്കെ യൂസ് ചെയ്യണവർക്ക് ഇങ്ങനത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ 3-4 ബാത്റൂം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും വലിയ തിരക്ക് വേണ്ടില്ല. ഇനി യൂറോപ്പിലല്ല, നോർമലും വേണ്ടവർക്ക് നോർമലും ഉണ്ട്. ഇതാണ് ഇവരുടെ ഹട്ട് വരുന്നത്. ഹട്ട് അടിപൊളിയാണ്. നമുക്ക് ഹട്ടിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം.
ഹട്ട് കറക്റ്റ് ഒരു കപ്പിളാണ്. ഒരു കപ്പിളിന് കറക്റ്റ് സെറ്റാണ്. രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹട്ട് ഒരു സെറ്റാക്കിയേക്കണം. ഹട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആണ്. ഹട്ട് എടുത്താലുള്ള യഥാർത്ഥ വൈബ് ഇതാണ്. ഫ്രണ്ടിൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാടാണ്. അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ കാട്ടരുവിയിൽ കാലൊക്കെ ഇട്ട് അടിപൊളി കല്ലുമേലൊക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു വൈബാണ്. അതുപോലെ തന്നെ നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇറങ്ങി മുങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. ഞാനെടുത്തേക്കണ വുഡ് കബാന എന്ന് പറഞ്ഞാൽ ഈ ഹട്ടിൻ്റെ നേരെ മേലെ വന്നത് ഇച്ചിരി കൂടി പ്രീമിയം. അതിൻ്റെ ആ ബാക്ക് സൈഡിൽ നല്ല മുങ്ങി കുളിക്കാൻ പറ്റിയ ഒരു അരുവിയുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഈ ഹട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള വൈബ് ശരിക്കും ഇതാണ്. അടിപൊളി ഒരു വൈബാട്ടോ ഹട്ടും ഈ ഒരു പരിസരങ്ങളൊക്കെ. നമ്മൾ സ്റ്റേ ചെയ്യാൻ എടുത്തത് ഇതാണ് കേട്ടോ, വുഡ് കബാന എന്നാണ് ഇതിന് പറയുന്നത്. വുഡ് കബാന. അപ്പൊ ഇത് കപ്പിൾസിനും ഫാമിലി ആയിട്ടൊക്കെ വന്നവർക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഇതിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇത് അത്യാവശ്യം അടിപൊളി വൈബാണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബാൽക്കണിയിൽ നിന്ന് നമ്മളിപ്പോ കണ്ട പുഴയാണ് കാണാൻ പറ്റുന്നത്. അത് അടിപൊളി ഒരു ആംബിയൻസ് ആണ്. വുഡ് കബാനേന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കർട്ടണങ്ങ മാറ്റി ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാലുണ്ടല്ലോ അടിപൊളി ഒരു വൈബാണ്. കാട്ടരുവിയാണ് ഫ്രണ്ടിൽ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല പ്രീമിയം സ്റ്റേ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാൽക്കണി എന്നുള്ള വ്യൂ ഉണ്ട്. ഈ കാട്ടരുവിയുടെ സൗണ്ടും കിളികളുടെ കരച്ചിലൊക്കെ കേട്ട് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു വൈബുണ്ട്. അടിപൊളിയാണ്. ഇത് നമ്മുടെ ബാൽക്കണീൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി ഒരു വൈബാണ്. ഫുള്ള് ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് ശരിക്കും. അപ്പം വുഡ് കബാന എന്നാണ് ഇതിന് പറയണത്. ഇതേപോലെ വാട്ടർഫോളൊക്കെ കണ്ട് ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണിത്. വുഡ് കബാനയിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം എന്നത്. ബാത്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചൂടുവെള്ളം സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടീന്റെ ബാക്ക് സൈഡിലുള്ള കുളിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പായത്. ചെറുതല്ല, വലിയ സെറ്റപ്പാണ്. കാരണം എനിക്ക് ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കറക്റ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാട്ടിനുള്ളിൽ നിന്ന് തന്നെ വെള്ളമാണ് ഇത്. ശരിക്കും തെളിഞ്ഞ വെള്ളോട്ടാണ്. നമ്മൾ കഴിഞ്ഞിടക്ക് തിരുനെല്ലി പോയപ്പോൾ കണ്ട പോലത്തെ ഇത് കറക്റ്റ് ഫോറസ്റ്റിന്റെ അകത്ത് വന്നുകൊണ്ടാണ് ഇത്രയും തെളിവ് വന്നത്. ഇല്ലെങ്കിൽ വയനാട്ടിലെ വെള്ളം എല്ലാ സ്ഥലത്തും കലങ്ങിയാണ് കാണാൻ പറ്റുന്നത്. ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. അടിപൊളിയായിട്ടാണ്. നല്ല കളർഫുൾ ആയിട്ടാണ് ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്തേക്കണത്. ഇവിടെ വന്ന് ഇരിക്കാൻ തന്നെ ഒരു വൈബാണ്. വൈകിട്ട് നമുക്ക് വന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു 7 മണി സമയം. ഇപ്പോൾ ഒരു ചായ ഉണ്ട്, ഒരു പഴംപൊരി ഉണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ചായയൊക്കെ കുടിക്കാൻ അടിപൊളി ഒരു ഫീലാണ്. ഫോറസ്റ്റിൻ്റെ അകത്തായ കാരണം ഭക്ഷണമൊക്കെ നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് ഇവിടെ. അത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ വുഡ് കബാനേൻ്റെ ഒരു വൈബ് ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇവിടുത്തെ ഒരു സൗണ്ടാണ് അടിപൊളി. ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ സൗണ്ട്. മലപ്പുറത്തുനിന്ന് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഒരു 30ഓളം പേരുണ്ട്. അതുകൊണ്ട് രാത്രി ഇവിടെ പ്രോപ്പർട്ടിയിൽ ഫുള്ള് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കളറാണ്. രാത്രിത്തെ ഡിന്നർ നാടൻ രുചിയാണ് ശരിക്കും. ഒരു മലബാർ സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്തിരുന്ന് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മൊത്തം നല്ല തണുപ്പുള്ള ഒരു ആംബിയൻസിൽ നല്ല ചൂടുള്ള ബിരിയാണി കഴിച്ചിരിക്കാൻ അടിപൊളി ഒരു വൈബാണ്. നല്ലതാണോ? എരിയണണ്ടാ? തണുപ്പ് വെള്ളമല്ലേ അത്? കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടും നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ സമയം പോണത് തന്നെ അറിയില്ല. ഒരുപാട് ഗെയിംസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഫാമിലി ആയിക്കോട്ടെ, കപ്പിൾ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ വന്നാലും ഇവിടെ ഓക്കെയാണ്. സേഫ് ആണ്, സെക്യൂർ ആണ്. ഫോറസ്റ്റിന്റെ ഉള്ളിലാണെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. കറക്റ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലായ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടും. പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഫുള്ള് CCTV ക്യാമറയും അതേപോലെ തന്നെ ഗൈഡും കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് പുറത്തു കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് ദൂരം വരെ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരുവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്. പിന്നെ നമ്മൾ ജീപ്പിലാണ് ഇവിടെ വന്നിറങ്ങണത്. പകല് കണ്ട കാഴ്ചയൊന്നുമല്ല രാത്രി. കാടിനെ ആസ്വദിക്കാൻ പറ്റുന്ന രാത്രിയാട്ടോ. ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് വന്ന് ഇതേപോലെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ അടിപൊളി വൈബിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. കാരണം ഫുള്ള് കളർഫുള്ളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എവിടെ നോക്കിയാലും. അതുകൊണ്ട് മടുക്കില്ല നമുക്ക്. ഇവിടുന്ന് ഒരു ദിവസം നിന്നിട്ട് പോകാൻ നേരമുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറൊരു മൂഡായിരിക്കും. അപ്പോൾ വയനാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ ആകുമ്പോൾ എല്ലാവരും ഇവർ ഡോറിൽ മുട്ടി ട്രക്കിങ്ങിനെ വിളിക്കാൻ പറ്റും കേട്ടോ. എണീറ്റില്ലെങ്കിലും ഇവർ എണീപ്പിച്ചോളൂ.
എല്ലാ ഗസ്റ്റുകളെയും കൂട്ടിയാണ് ട്രെക്കിങ്ങിന് കൊണ്ടുപോകണത്. അപ്പോൾ ഇന്നൊരു 10-40 പേരോളം ഉണ്ട് നമ്മൾ ട്രെക്കിങ്ങിന് പോകണം. കാട്ടിലൂടെ നടന്നാണ് ഈ ട്രെക്കിങ്ങിന് പോണത്. ഇവിടുത്തെ രാവിലത്തെ ഓരോ സൗണ്ടുകളൊക്കെ കേട്ട കിളികൾ കരയണ സൗണ്ടും കറക്റ്റ് ഒരു അടിപൊളി ഒരു കാട്ടിലേക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു ഫീലാണ്. ശരിക്കും ഇവിടുത്തെ ഈ ട്രെക്കിങ്ങാണ് നിങ്ങൾ മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണവർ കിടന്നുറങ്ങി പോകും കൂടുതലും. കാരണം രാവിലെ എണീക്കില്ല. കാരണം രാത്രി മൊത്തം എല്ലാവരും കമ്പനിയൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. പക്ഷെ മാക്സിമം നിങ്ങൾ രാവിലെ എണീറ്റ് ഈ ഒരു ട്രെക്കിങ് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി വൈബാണ്. ചെറിയ മഴയൊക്കെയുള്ള സീസൺ, അതുകൊണ്ട് അട്ടാടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ അന്നേരം വെയിൽ വരും, പിന്നെ അട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളി വാട്ടർഫാളാണ്, കുളിക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ അതിൻ്റെ ബാക്കിൽ ആദ്യം ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, അതും അടിപൊളിയാണ്. അതിനേലും അടിപൊളിയാണ് ഇതും. ഇത് നല്ല ഒഴുക്കുണ്ട്. മറ്റത് അങ്ങനെ ഒഴുക്കില്ല, കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പക്ഷേ സൈലൻ്റ് അല്ല, നല്ല ഒഴുക്കാണിത്. നമ്മളെ കൂട്ടത്തിൽ വന്ന ആരും തന്നെ ഇറങ്ങണില്ല. നല്ല തണുപ്പാണ്, വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ടാണ് എല്ലാവർക്കും ഇറങ്ങാൻ മടി. അമ്മാതിരി തണുപ്പാണ് ഇവിടെ ഇന്ന് രാവിലെ. രാത്രി നല്ല തണുപ്പാണ്, അപ്പോൾ വെള്ളത്തിന് അതിനേലും തണുപ്പായിരിക്കും. രണ്ടുപേരും ഇതാ ചാടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആഴമുള്ള ഭാഗോട്ടാണ്. ശരിക്കും ഇവിടെ ഇറങ്ങണവർ, നന്നായിട്ട് നീന്താനൊക്കെ ഇറങ്ങണവർ ഇറങ്ങാൻ പാടുള്ളൂ. നല്ല ഒഴുക്കുണ്ട്, അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇതാണ് അപ്പോൾ റിസോർട്ടിൽ നിന്ന് നമുക്ക് ഇവർ ട്രക്കിങ്ങിന് കൊണ്ടുവന്ന ഒരു സ്പോട്ട്. അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ഉണ്ട്, പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്, സാമ്പാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നല്ല നാടൻ ഭക്ഷണമാണ് ഇവരിവിടെ കുക്ക് ചെയ്യണതാണ്. കടലക്കറിയും പുട്ടും അതുപോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഇവർ നമുക്കിതെല്ലാം തരുന്നത്. പുട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചൂടുണ്ട്, കറിയും ചൂടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത വയനാട് ട്രിപ്പിൽ തീർച്ചയായും വരേണ്ട അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ഇവിടെ താമസിക്കണം. രാവിലത്തെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ആയിട്ട് ഒരിക്കലും മറക്കാനാവാത്ത അടിപൊളി ഒരു വൈബ്.